ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഭഗവാൻ മഹാദേവന്റെ നടരാജ രൂപത്തിലുള്ള ഈ വിഗ്രഹം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ കാണുന്നതിലുപരി ഈ നടരാജഭാവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭഗവാന്റെ ഈ നടരാജഭാവം ഭഗവാൻ താണ്ഡവം ചെയ്യുന്ന ഭാവമാണ്. അപ്പം ഇത് നമ്മൾ നൃത്തം ചെയ്യുന്നവരൊക്കെ, ഡാൻസ് ചെയ്യുന്നവരൊക്കെ ആരാധിക്കുന്ന ഒരു ഭാവമാണ് മഹാദേവന്റെ ഈ നടരാജഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ഈ ഭാവത്തിൽ ഭഗവാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നതും ഭഗവാൻ നിൽക്കുന്ന ആ ഒരു ഭാവത്തിന് ഓരോന്നിനും ഓരോ പ്രാധാന്യങ്ങളാണ് ഉള്ളത്. അതായത് മഹാദേവന്റെ മേലെയുള്ള രണ്ട് കൈകളിൽ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉള്ളത്. ഭഗവാന്റെ മേലെയുള്ള വലത്തെ കയ്യിൽ ഡമരുവും മേലെയുള്ള ഇടത്തെ കയ്യിൽ തപവുമാണ് ഉള്ളത്. ഈ ഡമരു ഈ ലോകത്തിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ മാറുന്ന പ്രകൃതവും ഈ ലോകത്തിൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെയാണ് ഈ ഡമരുവിലൂടെ ഭഗവാൻ പ്രതിനിധീകരിക്കുന്നത്. ഭഗവാന്റെ ഈ കയ്യിലുള്ളത് തപമാണ്. തപം എന്ന് പറയുന്നത് ആത്മീയമായ ശക്തി, ആത്മീയമായ തീ, സ്പിരിച്വൽ ഫയറിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തപം എന്ന് പറയുന്നത് ത്യാഗമാണ്. അതായത് നമ്മുടെ സെൽഫ് ഗ്രോത്തിനായിട്ട്, നമുക്ക് ഉയർച്ചയ്ക്കായിട്ട് ത്യജിക്കാനുള്ളൊരു മനോഗതി ഉണ്ടെങ്കിൽ മാത്രമാണ്, ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് മഹാദേവൻ ആ തപത്തിലൂടെ കാണിക്കുന്നത്. പിന്നീട് ഈ ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഹാദേവൻ്റെ പഞ്ചകൃത്യകളെയാണ് കാണിക്കുന്നത്. അതായത് ഈ ലോകം നിലനിൽക്കാനായിട്ട് പഞ്ചകൃത്യകളുടെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആ പഞ്ചകൃത്യയിൽ ആദ്യത്തേത് സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടി ഈ ഡമരുവിലൂടെയാണ് ഭഗവാൻ പ്രതിനിധീകരിക്കുന്നത്. ഡമരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഡമരുവിൻ്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ ആ മാറുന്ന പ്രകൃതമാണ് ഈ ഡമരു പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമത്തത് സ്ഥിതിയാണ്. ഭഗവാന്റെ ഈ വലത്തെ കയ്യിൽ, താഴെയുള്ള വലത്തെ കയ്യിലുള്ള ഈ അഭയമുദ്രയാണ് സ്ഥിതിനെ പ്രതിനിധീകരിക്കുന്നത്. ആ സ്ഥിതിയിലൂടെ ഭഗവാൻ അഭയമുദ്രയിലൂടെ ഈ ലോകത്തിനെ പരിപാലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് സംഹാരമാണ്. ഈ പഞ്ചകൃത്യയിലേക്ക് വരുമ്പോൾ സംഹാരത്തിനെ കാണിക്കുന്ന തപമാണ്. അതായത് അത് ഡിസ്ട്രക്ഷൻ, അതായത് നാശത്തിനുപരി സംഹാരത്തിനെ കാണിക്കുന്നത്, അതായത് പുതിയ രീതിയിൽ ഈ ലോകത്തിലെ ഒരു സാത്വികമായിട്ടുള്ളൊരു മാറ്റത്തിനെയാണ് ഈ തപം കാണിക്കുന്നത്. അടുത്തത് തിരോധാനമാണ്. തിരോധാനം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥമായിട്ടുള്ള സത്യം എന്ന് കാണിക്കുന്ന രീതിയിൽ മഹാദേവൻ ഇവിടെ ഭഗവാന്റെ ഇടത്തെ കാലുകൊണ്ട് അപസ്മാരന്റെ മേലെ ചവിട്ടി നിൽക്കുന്ന രൂപമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അപസ്മാരൻ കാണിക്കുന്നത് അജ്ഞാനത്തിനെയും മായയാണ്. അപ്പം ആ മായയെയും അജ്ഞാനത്തിനെയും ചവിട്ടി നിന്നുകൊണ്ട് ഭഗവാൻ ഈ ലോകത്തിൻ്റെ യഥാർത്ഥമായ ആ സത്യത്തിനെയാണ് തുറന്ന് കാണിക്കുന്നത് നമ്മളിലേക്ക്. പിന്നീട് ഭഗവാന്റെ ഈ ഉയർത്തി നിൽക്കുന്ന ഈ കാലും ഭഗവാന്റെ ഈ ഇടത്തെ കൈയും കാണിക്കുന്നത് ഗജമുദ്രയിലാണ് അത് നിൽക്കുന്നത്. അപ്പം അത് അനുഗ്രഹത്തിനെയാണ് കാണിക്കുന്നത്. അതായത് അവസാനമായി ഭഗവാൻ നമുക്ക് എല്ലാവർക്കും മോക്ഷം തരുന്ന ഒരു ഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ ഇത്രയധികം പ്രാധാന്യങ്ങളുള്ള ഭഗവാന്റെ ഒരു ഭാവമാണ് ഈ നടരാജഭാവം. ഈ വിജയദശമി ദിവസം നമ്മൾ നൃത്തത്തിനും വിദ്യയ്ക്കും ഒക്കെയായി ഭഗവാനെ ആരാധിക്കുമ്പോൾ, നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ ഭഗവാനെ ഈ രൂപത്തിൽ ആരാധിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഈ വിദ്യാരംഭ ദിവസം നൃത്തം ചവിട്ടിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കാനായിട്ട്. എല്ലാവർക്കും ദേവിയുടെയും മഹാദേവൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഓം നമഃ ശിവായ.